പാറ്റ സമരം കൈകാര്യം ചെയ്യുന്നതിൽ അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പരാജയമായിരുന്നു. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, അമിത്ഷായെ പാറ്റകളുടെ സമരം കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് വിലക്കി. അമിത്ഷാ കാര്യമായി ഇടപെട്ടിട്ടില്ല. അമിത്ഷാ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇത് പറയുന്നത് BJPയുടെ സഹയാത്രികൻ ആയ സഞ്ജയ് ദീക്ഷിത് ആണെങ്കിലോ? സഞ്ജയ് ദീക്ഷിത്തിനെ അത്യാവശ്യം ദേശീയ വാർത്തകൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാവുന്ന പ്രമുഖനായ മാധ്യമ പ്രവർത്തകരാണ്. അദ്ദേഹം പറയുന്നു, ഈ പാറ്റ സമരം കൈകാര്യം ചെയ്യാൻ, ഏറ്റവും ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ അമിത്ഷായ്ക്ക് കഴിയുമായിരുന്നു. ഒരു ഡേറ്റ് പറഞ്ഞ് 2026 മാർച്ച് 31 എന്ന തീയതി പറഞ്ഞ് ഇന്ത്യയിലെ ചുവപ്പ് ഭീകരത, മാവോയിസത്തിന് അന്ത്യം കുറിച്ച ആളാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്ര പോലീസ് സേനകൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. ഡൽഹി പോലീസ് അമിത്ഷായുടെ കീഴിലാണ്. അങ്ങനെയുള്ള അമിത്ഷായ്ക്ക് നിസ്സാരമായി ഈ സമരം കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു. നാണം കെട്ട തരത്തിലുള്ള ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വരെ എത്തിക്കുന്ന തരത്തിൽ, ദേശവ്യാപകമായി ഈ സമരം പടരുന്ന തരത്തിൽ വളരാതെ കൈകാര്യം ചെയ്യാൻ അമിത്ഷായ്ക്ക് കഴിയുമായിരുന്നു. അതിന് അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. അദ്ദേഹം ഒതുക്കപ്പെടുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തു എന്നാണ് സഞ്ജയ് ദീക്ഷിത് പറഞ്ഞത്. സഞ്ജയ് ദീക്ഷിത് പറഞ്ഞ ഈ കാര്യങ്ങൾ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. BJPയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടാകാം എന്ന് കരുതുന്നവരാണ് സ്വാഭാവികമായും. അദ്ദേഹം പറയുന്നൊരു കാര്യം, അവിടെ PMO ഉണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇരിക്കുന്നു. ദില്ലി പോലീസ് അവിടെ സജീവമായി ഇടപെടുന്നു. ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണെങ്കിൽ പോലും പലപ്പോഴും ദില്ലി പോലീസിൻ്റെ കാര്യങ്ങളിൽ ലഫ്റ്റനൻറ്റ് ജനറൽ ഇടപെടാറുണ്ട്, പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടാറുണ്ട്. അതുകൊണ്ട് അമിത്ഷായ്ക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. സഞ്ജയ് ദീക്ഷിത് ചോദിക്കുകയാണ്, നിങ്ങൾ നോക്കൂ, എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത് ദില്ലിയിലാണ്. കുറച്ചങ്ങോട്ട് മാറി ഉള്ള ഗുഡ്ഗാവിലോ നോയിഡയിലോ പോയാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. ഇത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, എനിക്ക് പല നഗരത്തിലും ജോലി ചെയ്യുന്ന മുതിർന്ന പോലീസ് ഓഫീസർമാരെ അറിയാം. എൻ്റെ പരിചയത്തിലുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവർ പറയുന്നത് പണിയെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ എന്ന് പറയുന്നത് ഒരു മുൾക്കിരീടമാണ്. സാധാരണ നമ്മൾ ഓർക്കും തലസ്ഥാനമല്ലേ, തലസ്ഥാനത്തിരിക്കുന്ന പോലീസ് കമ്മീഷണർക്ക് ഒരു പ്രൗഢി, ഒരു ഗമ ഒക്കെ കൂടുതലായിരിക്കും. അങ്ങനെയല്ല, തലസ്ഥാനത്തിരിക്കുന്ന സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് സത്യത്തിൽ ഏറ്റവും വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, DGPയുടെ കീഴിൽ, ആഭ്യന്തരമന്ത്രിയുടെ കീഴിലാണ് തലസ്ഥാനത്തെ പോലീസ് മേധാവി എങ്കിൽ കൂടിയും നിരന്തരം പല ഇടപെടലുകൾ വരും. ആഭ്യന്തരമന്ത്രി ആണ് പോലീസിൻ്റെ മേധാവി, പോലീസിൻ്റെ മന്ത്രി. DGP ആണ് പോലീസിൻ്റെ മേധാവി. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ, അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഓഫീസർമാർ എപ്പോഴും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ചുകൊണ്ടിരിക്കും. ആഭ്യന്തരമന്ത്രി പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വിളികൾ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരും. DGP പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരും. CMO എന്ന് പറയുന്നത് ഒരു കുരിശാണ്. പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മാത്രമല്ല, തലസ്ഥാനത്തെ മന്ത്രിമാരൊക്കെ എവിടെയാണ്? എല്ലാ മന്ത്രിമാരും പോലീസുമായി ബന്ധപ്പെട്ട മന്ത്രിമാരല്ലെങ്കിൽ കൂടിയും അവർക്കും പോലീസിലൂടെ പല കാര്യങ്ങളും സാധിക്കണം. അവരും നിരന്തരം വിളിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണറെ ആയിരിക്കും. അല്ലെ DGPയെ വിളിച്ച് പറഞ്ഞ് DGPയെ കൊണ്ടിങ്ങോട്ട് പറയും. അങ്ങനെ വലിയ സമ്മർദ്ദത്തിൽ ഇൻഡിപെൻഡൻ്റായി, സ്വതന്ത്രമായി, വിവേചന ബുദ്ധിയോടെ പലപ്പോഴും ജോലി ചെയ്യാൻ തലസ്ഥാനത്തെ പോലീസ് ഓഫീസർമാർക്ക് കഴിയാറില്ല എന്നതൊരു വസ്തുതയാണ്. വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് ദില്ലി പോലീസ് അമിത്ഷായുടെ കീഴിലാണെങ്കിലും പോലീസിൻ്റെ കാര്യത്തിൽ ലഫ്റ്റനൻറ്റ് ഗവർണർ ഇടപെടും. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സകല സമയത്തും വിളി വരും. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് തൻ്റെ കീഴിലുള്ള പോലീസിനെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്നില്ല. കേന്ദ്ര സേനകൾക്ക് മേൽ, ദില്ലി പോലീസിൻ്റെ മേൽ PMOയിൽ നിന്ന് പ്രഷർ ഉണ്ടാവുന്നുണ്ട് എന്നാണ് സഞ്ജയ് ദീക്ഷിത് പറയുന്നത്. അത് ഞാൻ തിരുവനന്തപുരത്തെ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞത്. ആ പറയുന്നതിനകത്ത് ചില ന്യായങ്ങളുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസ്
ഇരിക്കുന്ന ദില്ലിയിലെ പോലീസുകാർക്ക് PMOയുടെ പ്രഷർ ഒരു സൂയിസൈഡൽ എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്നാണ് സഞ്ജയ് ദീക്ഷിത് പറയുന്നത്. അതത്ര ശരിയാണോ എന്ന് ചോദിച്ചാൽ ദില്ലിയിലെ പോലീസ് അങ്ങനെ തുറന്ന് സമ്മതിക്കുമോ എന്നെനിക്കറിയില്ല. പക്ഷേ എന്തായാലും ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ സഞ്ജയ് ദീക്ഷിത് ചോദിക്കുന്നത് ഈ സമരം ഇങ്ങനെ കത്തിപ്പടർന്നു, അമിത്ഷായുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടോ ഈ സമരത്തെക്കുറിച്ച്? ഈ സമരം ശരിയല്ല, സമരം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അക്രമം നടത്തിയാൽ കൈകാര്യം ചെയ്യും, എന്തെങ്കിലും പ്രസ്താവന ഏതെങ്കിലും ദിവസം അമിത്ഷാ നടത്തിയിട്ടുണ്ടോ? അമിത്ഷാ ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പോൾ അമിത്ഷാ അല്ലേ ആ സമയത്ത് സെൻട്രൽ ആംഡ് ഫോഴ്സിനെ, ദില്ലി പോലീസിനെ മാനേജ് ചെയ്തത്? അമിത്ഷാ അല്ലാതെ മറ്റാരെങ്കിലും ആണ്? ന്യായമായ സംശയമാണ്. അമിത്ഷാ മാറി നിൽക്കുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തോ? ഒരുപക്ഷെ ഇത്തരം സമരങ്ങളെ കർശനമായി കൈകാര്യം ചെയ്യണം എന്ന് നിലപാടുള്ള ആളാണ് അമിത്ഷാ. അതുകൊണ്ട് അത്രയ്ക്കുമെന്നും വേണ്ട, അതുകൊണ്ട് അമിത്ഷാ നേരിട്ട് ഇടപെടേണ്ട എന്ന് കരുതി ആരെങ്കിലും മാറ്റി നിർത്തിയോ? ഇത്തരം സംശയങ്ങൾ സഞ്ജയ് ദീക്ഷിതിൻ്റെ ഈ ചോദ്യത്തെ തുടർന്ന് ഉയർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ അമിത്ഷായ്ക്ക് പൂർണ്ണ തരത്തിൽ ഇടപെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സമരത്തിൻ്റെ രീതി മാറിയേനെ. സമരം ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലെത്തത്തില്ലായിരുന്നു എന്ന് കരുതുന്നവരുണ്ട്. കാരണം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഇപ്പോൾ ദാ E20 ജനതാ പാർട്ടി അടുത്ത ലക്ഷ്യം നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരിക്കെതിരെ അടുത്ത സമരം ഉണ്ടായി വരുമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ആവേശം കൊള്ളുകയാണ്. രാജ്യത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ ബംഗ്ലാദേശിലെ പോലെ, നേപ്പാളിലെ പോലെ, ശ്രീലങ്കയിലെ പോലെ 10,000 1000 ആളുകൾ തടിച്ചുകൂടി വലിയ കലാപം ഉണ്ടാക്കുന്നു, വലിയ സംഘർഷം ഉണ്ടാക്കുന്നു, അക്രമം അഴിച്ചുവിടുന്നു. എന്നിട്ട് മന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന ഒരു പ്രവണത അംഗീകരിക്കേണ്ടതുണ്ടോ? ഈ ചോദ്യം പ്രസക്തമാണ്. ഈ ചോദ്യത്തിൽ കഴമ്പുമുണ്ട്. ബംഗ്ലാദേശിൽ എന്താ നടന്നത്? വലിയ ഭൂരിപക്ഷത്തോടെ ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിൽ വന്നു. 2000 ജമായത്തെ ഇസ്ലാമി പിള്ളേർ കയറി പ്രധാനമന്ത്രിയുടെ ഓഫീസ് കയ്യേറി പ്രധാനമന്ത്രിക്ക് ജീവൻ കൊണ്ട് ഓടേണ്ടി വന്നു. എന്നിട്ടോ അത് ജനാധിപത്യമാണെന്ന് പറയുന്നു. ജനങ്ങൾ വോട്ട് ചെയ്ത സർക്കാരിനെ, കോടിക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്ത് അധികാരം ഏൽപ്പിച്ച സർക്കാരിനെ 2000 ഗുണ്ടകൾ, അക്രമികൾ മറിച്ചെടുത്തു. എന്നിട്ടോ പുതിയ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരുന്നു. ആ സർക്കാർ തെരഞ്ഞെടുപ്പ് നടത്തുന്നു, പ്രധാനമന്ത്രിയുടെ പാർട്ടിയെ നിരോധിച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ആ സ്വപ്നം ഇവിടെ കൊണ്ടു നടക്കുന്നവരുണ്ട്. 10,000-2000 പിള്ളേരെയോ ഒക്കെ ആയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീട്ടിലോട്ട് കയറണം, മോദിയെ ഓടിക്കണം, എന്നിട്ട് അധികാരം പിടിച്ചെടുക്കണം, എന്നിട്ട് മറ്റൊരാളെ പ്രധാനമന്ത്രിയാക്കണം, എന്നിട്ട് വേണ്ടി വന്നാൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണം, BJPയെ നിരോധിച്ചിട്ട്. എങ്ങനെയുണ്ട്? ബംഗ്ലാദേശിൽ ചെയ്തതുപോലെ അവാമി ലീഗിനെ നിരോധിച്ചിട്ട് ഇവിടെ BJPയെ നിരോധിച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ പപ്പുമോൻ്റെ പാർട്ടി ജയിച്ച് അധികാരത്തിൽ വരും. ഇങ്ങനൊരു സ്വപ്നം കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട്, ഇനി അടുത്ത സമരം EVM നിരോധിക്കണം, ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് സമരം നടക്കണം. ബാലറ്റ് പേപ്പർ നിരോധിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ അപ്പനാണ്, രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. അത് ആർക്കും അറിയില്ല, അത് പറയത്തില്ല. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കുമ്പോൾ വലിയ തോതിൽ പോളിംഗ് സ്റ്റേഷനുകൾ അട്ടിമറിക്കപ്പെടുന്നു, എലക്ഷൻ റിഗ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് രാജീവ് ഗാന്ധി കൊണ്ടുവന്നതാണ് EVM. അത് രാജ്യത്തെ എല്ലാ കോടതികളും അംഗീകരിച്ചു. അങ്ങനെ നരേന്ദ്രമോദിയോ BJPയോ കൊണ്ടുവന്നതല്ല EVM എന്നത് മറക്കുന്നു. എന്നിട്ട് രാജീവ് ഗാന്ധി എന്തിനാണ് കൊണ്ടുവന്നത്? രാജീവ് ഗാന്ധിക്ക് ബാലറ്റ് പേപ്പറിലൂടെ ജയിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് EVM നടപ്പാക്കിയത്. എന്നിട്ട് ഇപ്പോൾ പപ്പുവിൻ്റെ കാലം എത്തിയപ്പോൾ പപ്പുവിന് EVMലൂടെ ജയിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അപ്പൻ മോശം എന്ന് കേട്ട സാധനം തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പപ്പുവിൻ്റെ ആഗ്രഹം. എങ്ങനെയുണ്ട്? ഇനിയിപ്പോൾ അതും പരാജയപ്പെട്ട അവർ പറയും എലക്ഷൻ വേണ്ട, എല്ലാ മനുഷ്യരും ഒരു ദിവസം രാവിലെ എണീറ്റ് നിന്ന് കൈ പൊക്കണം, കൈ പൊക്കി വോട്ട് ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെയും പറയാം അല്ലേ? എന്താ വേറെ മാർഗം? ഒരു തരത്തിലും തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല. അതിനുള്ള പദ്ധതിയില്ല, അതിനുള്ള ജനസ്വാധീനമില്ല, അതിനുള്ള സംഘടനയുമില്ല. പല സംസ്ഥാനങ്ങളിലും ഇല്ല കോൺഗ്രസ്. തമിഴ്നാട്ടിലുണ്ടോ കോൺഗ്രസ്? UPയിലുണ്ടോ? ബീഹാറിലുണ്ടോ? ബംഗാളിലുണ്ടോ? ഒരിടത്തും ഇല്ലെന്നേ. അപ്പോൾ പിന്നെ ഇവർക്ക് ജയിക്കാൻ വേണ്ടിയുള്ള ഏക മാർഗം അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് എന്ത് കലാപവും, ഏത് ഇസ്ലാമിസ്റ്റിനെയും ഏത് വെള്ളനേറ്റിക്കാരനെയും കൂട്ടി അധികാരം പിടിച്ചെടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുക, പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇപ്പോൾ കർഷക സമരം നടന്നു,
കർഷക സമരത്തിൻ്റെ കാര്യത്തിലും കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഷഹീൻ ബാഗ് സമരത്തിൻ്റെ കാര്യത്തിൽ എന്താ? CAA വിരുദ്ധ സമരം. കോവിഡ് വന്നതുകൊണ്ട് സമരക്കാർക്ക് വീട്ടിൽ പോകേണ്ടി വന്നു. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്, അപ്രിയമായ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ പറയുന്ന ഈ പ്രചരിപ്പിക്കുന്ന സഞ്ജയ് ദീക്ഷിതിൻ്റെ ഈ പരാമർശത്തെ തുടർന്ന് ചർച്ച ചെയ്യുന്ന ആളുകൾ കാണാതെ പോയൊരു കാര്യമുണ്ട്. കാരണം ജൂലൈ 20-ാം തീയതിയാണല്ലോ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലേക്ക് കുറേ ആളുകളായിട്ട് വന്നിട്ട് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന കോക്രോച്ച് പാർട്ടിക്കാരൻ ഉണ്ടാക്കിയെടുത്ത സമരത്തെ ഹൈജാക്ക് ചെയ്ത് താനാണ്, പുള്ളി പട്ടായ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ വലിയ പുള്ളിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമരത്തെ അട്ടിമറിച്ച് എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഈ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത്. രാഹുൽ ഗാന്ധി നടത്തിയ നാടകത്തെ കെജ്രിവാൾ, സോനം വാങ്ചുക്ക് എല്ലാവരും തള്ളിപ്പറഞ്ഞു. കാരണം ഇത്രയും നാളും അവിടെ ഉണ്ടാകാതിരുന്ന രാഹുൽ ഗാന്ധി പെട്ടെന്ന് വന്നിട്ട് താനാണ് ഇതിൻ്റെ ആളെ എന്ത് സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമായിരുന്നു. പക്ഷേ അന്നു മുതൽ കാര്യങ്ങളൊക്കെ അമിത്ഷാ വ്യക്തിപരമായി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്കും അത്യാവശ്യം ചില ദില്ലി ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഈ സഞ്ജയ് ദീക്ഷിതിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം ദില്ലിയിലുള്ള ചില ആളുകളോട് ഞാൻ സംസാരിച്ചു. അങ്ങനെയൊന്നുമല്ല, അദ്ദേഹത്തെ നദ്ദയും ജിതേന്ദ്ര സിംഗും സംഭവങ്ങൾ അമിത്ഷായെ ബ്രീഫ് ചെയ്തിരുന്നു. അമിത്ഷായെ പോയി കണ്ട് എന്താണ് നടക്കുന്നത് എന്ന് ബ്രീഫ് ചെയ്തിരുന്നു. അതുമാത്രമല്ല, രാജിവെക്കുന്നതിന് മുമ്പ് ധർമ്മേന്ദ്ര പ്രധാൻ അമിത്ഷായെ പോയി കണ്ടിരുന്നു. അപ്പോൾ അമിത്ഷാ ഇടപെടുന്നുണ്ടായിരുന്നു. രാജിക്ക് ശേഷം, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് ശേഷം മോദിയും അമിത്ഷായും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച, മീറ്റിംഗ് നടന്നിരുന്നു. ഇനി എന്ത് എന്നത് ആലോചിക്കാനുള്ള വളരെ നിർണായകമായ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നു എന്നുള്ള തീരുമാനം അമിത്ഷാ മോദി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് വന്നത്. അന്ന് രാത്രിയാണ് പ്രധാനമന്ത്രി ജൻസികളുടെ മാതൃകയിൽ ഒരു സോഷ്യൽ മീഡിയ പ്രസംഗം 2 മിനിറ്റുള്ള ഒരു വർത്തമാനം നടത്തിയത്. അത് വലിയ ഹിറ്റായി മാറി. ഇൻസ്റ്റയിൽ യുവാക്കളുടെ വിഹാരഭൂമി എന്ന് പറഞ്ഞ് ജൻസികളുടെ സാമ്രാജ്യം എന്ന് പറയുന്ന ഇൻസ്റ്റയിൽ 24 മണിക്കൂറിനുള്ളിൽ 303 മില്യൺ ആളുകളെ 24 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവന്ന് അത്ര വലിയ ഹിറ്റാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ്. സമ്പാദിച്ച് ജൻസി എൻ്റെ കൂടെയാണ് എന്ന് മോദി തെളിയിച്ചു. അത് അമിത്ഷായുമായിട്ടുള്ള മീറ്റിങ്ങിന് ശേഷമായിരുന്നു. മാത്രമല്ല, പ്രധാൻ രാജിവെച്ചതിന് ശേഷം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കേന്ദ്രമന്ത്രിയുടെ സംഭാവനകളെ പുകഴ്ത്തിക്കൊണ്ട് പദവിയേക്കാൾ രാജ്യവും വിദ്യാർത്ഥികളുമാണ് വലുത് എന്ന് പറഞ്ഞ ധർമ്മേന്ദ്ര പ്രധാനെ പ്രശംസിച്ചുകൊണ്ട് അമിത്ഷാ സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ UPയിൽ പ്രതീക്ഷിച്ച വിജയം BJPക്ക് കിട്ടിയില്ല. ഉടനെ ഉണ്ടായ നാരേറ്റീവ് എന്തായിരുന്നു? മോദി യോഗി ആദിത്യനാഥ് കൊടുത്ത പേരുകളെല്ലാം വെട്ടിയിട്ട് അമിത്ഷായും മോദിയും കൂടെ അവർക്ക് താല്പര്യമുള്ള ആളുകളുടെ പട്ടികയാണ്, സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് യോഗി കൊടുത്ത പണിയാണ് എന്ന് വലിയൊരു നാരേറ്റീവ് ഉണ്ടായി. ഈ പറയുന്നത് പോലെ ഈ സമരത്തെ കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ സഞ്ജയ് ദീക്ഷിതിൻ്റെ ഈ കമൻറ്റ് വന്നതെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം വലിയ ആളാണ്. അദ്ദേഹം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലതുപക്ഷ മാധ്യമ പ്രവർത്തകനാണ്. ഏതായാലും അത്തരം ഒരു പരാമർശം അനവസരത്തിലാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ചിലർക്കൊക്കെ ഇപ്പോഴും അമിത്ഷാ ചെയ്തത് ശരിയായില്ല, അമിത്ഷാ പരാജയപ്പെട്ടു പോയി, പോലീസ് വളരെ മോശമാണ് എന്നൊക്കെയുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി താൻ രാജ്യത്തിന് വേണ്ടി ചെറുതായി ഒന്ന് തോറ്റു കൊടുത്താൽ വലിയ കുഴപ്പമില്ല എന്ന് കരുതുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഇമേജ് ബിൽഡ് ചെയ്യുന്നതിനേക്കാളും വലുത് രാജ്യ താല്പര്യം സംരക്ഷിക്കുകയാണ്, പാർലമെൻറ്റ് നടക്കുകയാണ് ഏറ്റവും പ്രധാനം എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഒരു മിനിറ്റിന് 2.5 ലക്ഷം രൂപയോ മറ്റാണ് പാർലമെൻറ്റ് കൂടുന്ന ദിവസം ചെലവ്. സഭ അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും നഷ്ടപ്പെടുന്നത്. മാത്രമല്ല, വളരെ നിർണായകമായ ബില്ലുകൾ പാർലമെൻറ്റിൽ പാസ്സാക്കാനുണ്ട്. ആ ബില്ലുകൾ അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ സമരം ചെയ്യുന്നതെന്നിരിക്കെ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതല്ലല്ലോ ബുദ്ധി. ഏതായാലും രാഷ്ട്രീയ ചാണക്യൻ എന്നറിയപ്പെടുന്ന, അത്
ഒന്നല്ല 1000 വട്ടം തെളിയിച്ചിട്ടുള്ള അമിത്ഷായെ ഒതുക്കിയത് കൊണ്ടാണ് ഈ സമരം അങ്ങ് വിജയിച്ചത് എന്നുള്ള പ്രചാരണം ഒരു നല്ല ഉദ്ദേശത്തോടെയുള്ള പ്രചരണമല്ല. ഏതായാലും കേരളത്തിലെ മാധ്യമങ്ങൾ പിന്നെ ഇതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഹിന്ദിയും അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല ഭൂരിപക്ഷം മാധ്യമപ്രവർത്തകർക്ക്. അതുകൊണ്ട് ഇതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടത് വലിയ വാർത്തയായില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇങ്ങനൊരു പ്രചാരണം വടക്കേ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ സാംഗത്യം ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. ഏതായാലും ഇന്ത്യ ലൈവ് രാജ്യത്ത് നടക്കുന്ന എല്ലാ വിവരങ്ങളും നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ അത് ചെയ്യണേ.